ഒരു വ്യക്തിക്ക് സുബോധം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്ന ഒരപ്പനുണ്ടെന്നുള്ള തിരിച്ചറിവാണ് യഥാർത്ഥ സുബോധം. ഞാൻ വീണ്ടും പറയാം, സ്നേഹിക്കുന്ന ഒരപ്പൻ, അതായത് ലോകക്കാരെല്ലാം ദൈവമേന്ന് വിളിക്കുന്ന ഈ മഹാവലിയ ദൈവം എൻ്റെ സ്നേഹിക്കുന്ന ഒരു പപ്പായാണ് എന്ന് തിരിച്ചറിയുന്നതാണ് സുബോധം. അപ്പം ഇത് ഇല്ലാത്തിടത്തോളം കാലം നമ്മൾ സുബോധത്തിലല്ല വസിക്കുന്നത്. സുബോധം എന്ന് പറയുന്നത് ഇത് ആത്മീക സുബോധ, ലോകപ്രകാരമായിട്ടുള്ള സുബോധം അല്ല. അത് ആത്മീകമായിട്ടുള്ള സുബോധം എപ്പോഴാണ് വെക്കുന്നതെന്ന് ചോദിച്ചാൽ, ഓൺലി വെൻ എ പേഴ്സൺ മെച്യൂർസ് ടു ദ ലെവൽ ഓഫ് കോളിംഗ് ഗോഡ് ആസ് ഹിസ് ഫാദർ, എൻ്റെ അപ്പ എന്ന് സ്വാതന്ത്ര്യത്തോടെ എപ്പം ഒരു വ്യക്തിക്ക് വിളിക്കാൻ സാധിക്കുന്നോ അപ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ സുബോധം വെക്കുന്നത്. സോ ഇന്ന് സുബോധം വെച്ചോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ 7 കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് അതുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കാം. വി കൻ ലുക്ക് അറ്റ് അവർ ലൈഫ് അഗെയിൻസ്റ്റ് ഇറ്റ്. അതിന് ആരും ടെസ്റ്റ് വെക്കുന്നില്ല, ആരും മാർക്ക് ഇടുന്നില്ല, നമ്മൾ തന്നെയാണ് നമ്മുടെ മാർക്ക് ഇടുന്നത്. നമുക്ക് ആ കാര്യം പറയുമ്പോൾ അറിയാം, ഞാൻ ശരിക്കും ഇത് എൻ്റെ ജീവിതത്തിൽ അതായത് അപ്പനെ പിടികിട്ടിയ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ സ്വഭാവങ്ങളെല്ലാം വെളിപ്പെടും. അതാണ് ഇന്നത്തെ മെസ്സേജ്. സ്നേഹിക്കുന്ന ഒരു അപ്പൻ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഈ സ്വഭാവങ്ങളെല്ലാം ആ വ്യക്തിയിൽ വെളിപ്പെടും. അപ്പം 7 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഞാൻ പറയുന്നത് അതിനകത്തൊരു 3 കാര്യങ്ങളെങ്കിലും നമുക്ക് അതിനകത്തൊരു 100% യെസ് വരുന്നുണ്ടെങ്കിൽ ഈ സ്നേഹിക്കുന്ന അപ്പനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട്, ഒരു സ്പാർക്ക് പോലെ എവിടെയോ നമുക്ക് തട്ടിയിട്ടുണ്ട്. ഒരു 5 കാര്യങ്ങളെങ്കിലും അതിനകത്ത് നമുക്ക് 100% നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ സ്നേഹിക്കുന്ന അപ്പനെ കുറിച്ചുള്ള വെളിപ്പാട് എവിടെയോ അകത്ത് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ 7 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സ്നേഹിക്കുന്ന അപ്പനെ കുറിച്ചുള്ള ബോധം നമ്മളുടെ ഉള്ളിലോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. നോ, ആരും ഇത് റിഫ്ലക്റ്റ് ആകുന്നില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടണ്ട. ഇത് നമ്മൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് ഇത് കേൾക്കുന്നതിൻ്റെ റീസൺ എന്നാണെന്ന് വെച്ചാൽ, അവിടേക്ക് പോകണം. സ്നേഹിക്കുന്ന അപ്പനെ എനിക്ക് പിടികിട്ടിയാൽ എൻ്റെ സ്വഭാവ ഗുണങ്ങളിൽ ഈ വ്യത്യാസങ്ങൾ വരും. ഞാൻ വീണ്ടും പറയാം, എൻ്റെ സ്വഭാവ ഗുണത്തിൽ ഈ വ്യത്യാസം ഉണ്ടാക്കിയാൽ എനിക്ക് സ്നേഹിക്കുന്ന അപ്പനെ പിടികിട്ടത്തില്ല. ഞാൻ വീണ്ടും പറയാം, എനിക്ക് സ്നേഹിക്കുന്ന ഒരപ്പനുണ്ടെന്നുള്ള ബോധം എൻ്റെ ഉള്ളിൽ വന്ന എൻ്റെ സ്വഭാവത്തിൽ ഇതെല്ലാം റിഫ്ലക്റ്റ് ആവും. അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സോ നമ്പർ 1, ഏറ്റവും ആദ്യത്തെ കാര്യം, ഈ ദൈവത്തെ അപ്പൻ എന്ന് തിരിച്ചറിയുന്നവൻ അവനെ അപ്പാന്ന് തന്നെ വിളിക്കും. അതാണ് നമ്പർ 1. 7 കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യം ഞാൻ പറയുകയാണ്. ഈ സ്നേഹിക്കുന്ന അപ്പൻ, ബാക്കിയുള്ളവരെല്ലാം ദൈവം എന്ന് വിളിക്കുന്നവൻ, ഈ സ്നേഹിക്കുന്ന അപ്പൻ, ദൈവം എൻ്റെ അപ്പനാണെന്നുള്ള തിരിച്ചറിവ് ഒരാൾക്ക് കിട്ടിയോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിച്ചമാണ്. അവനെ കൊണ്ട് പിന്നെ വേറെ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല, അവൻ അപ്പാന്ന് തന്നെ വിളിക്കും. അതാണ് നമ്പർ 1 ഡിഫറൻസ്. പക്ഷെ ഞാനൊരു കാര്യം മുന്നത്തെ മെസ്സേജിൽ പറഞ്ഞത് തന്നെ ഞാൻ വീണ്ടും പറയട്ടെ, നാച്ചുറലി നമുക്ക് അപ്പാന്ന് വിളിക്കാൻ വരത്തില്ല. ബിക്കോസ് നമ്മൾ അഡോപ്റ്റഡ് ആണ്. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 14-15 നമ്മൾ വായിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, വി ഹാവ് ബീൻ ഗിവൻ ദ സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ. മലയാളം ബൈബിളിൽ അത് കറക്റ്റ് അല്ല, ഇംഗ്ലീഷ് ബൈബിളാണ് കറക്റ്റ്. സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ ടു കോൾ ഹിം ആസ് അബ്ബാ ഫാദർ. അപ്പം അത് സ്പിരിറ്റ് ഓഫ് അഡോപ്ഷനാണ്. ഇന്നലെ വരെ രാജാവായിരുന്നു, ഇന്നലെ വരെ അവൻ മഹാദൈവമാണ്. പക്ഷെ അവനെ കർത്താവായി ഞാൻ സ്വീകരിച്ചപ്പോൾ തൻ്റെ നാമത്തെ കൈക്കൊണ്ട്
അവനെ സ്വീകരിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകാൻ അവൻ അധികാരം കൊടുത്തു. സോ ഇവിടെ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് അത്യാവശ്യം. ഈ ഒരു കാര്യത്തിൽ അപ്പാന്ന് ഞാൻ വിളിക്കണം. അത് നമുക്ക് ഈ മുടിയനായ പുത്രൻ്റെ ഉപമയിൽ തന്നെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ആ വാക്യം എടുക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. മിക്കവാറും വാക്യങ്ങൾ ലൂക്കോസിൻ്റെ 15-ൽ തന്നെ ആയിരിക്കും. അവിടെ നമുക്ക് 2 മക്കളെ കാണാം. ഒരു വ്യക്തിക്ക് സുബോധം വെച്ചു, ഒരു വ്യക്തിക്ക് സുബോധം വെച്ചിട്ടില്ല. രണ്ടുപേരും പക്ഷേ ഒരേ അപ്പൻ്റെ മക്കളാണ്. പക്ഷെ ഒരാൾക്ക് ഈ സ്നേഹിക്കുന്ന അപ്പനെ പിടികിട്ടി, അവൻ്റെ അനുഭവങ്ങൾ മാറാൻ തുടങ്ങി. വേറൊരാൾക്ക് ഈ സ്നേഹിക്കുന്ന അപ്പനെ പിടികിട്ടിയിട്ടില്ല. സോ ഈ കമ്പയറിങ് ആൻഡ് കോൺട്രാസ്റ്റിങ് ഇവർ രണ്ടുപേര് തമ്മിൽ നടത്തുമ്പോൾ ഓർത്തോണം, സ്നേഹിക്കുന്ന അപ്പനെ പിടികിട്ടിയവൻ്റെ സ്വഭാവങ്ങളാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത്. നമുക്ക് ഈ സ്നേഹിക്കുന്ന അപ്പനെ പിടികിട്ടിയാൽ ഈ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കും. അതിനകത്ത് നമ്പർ 1 ആണ് അപ്പ എന്ന് വിളിക്കാൻ തുടങ്ങും. നോക്കിയേ, ലൂക്കോസിന്റെ സുവിശേഷം 15:18 ഇങ്ങനെയാ പറയുന്നത്. വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട് അപ്പ അപ്പ എന്ന് ഞാൻ വിളിക്കും. അവനോട് ചെന്ന് ഞാൻ പറയുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യമേ തൻ്റെ ഉള്ളിലൊരു ഇന്റേണലൈസേഷൻ ഉണ്ട്. ഞാൻ എഴുന്നേറ്റ് ചെന്ന് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് നിനക്കും സ്വർഗത്തിനുമെതിരെ ഞാൻ പാപം ചെയ്തു എന്ന് പറയല്ല, അപ്പാന്ന് വിളിച്ചിട്ട് നിനക്കും സ്വർഗത്തിനുമെതിരെ ഞാൻ പാപം ചെയ്തു എന്ന് പറയും. അവൻ്റെ ആദ്യത്തെ ഇന്റേണലൈസേഷൻ ഇതാണ്, ഞാൻ അവനെ അപ്പാ എന്ന് തന്നെ വിളിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നും, ദൈവമേ കർത്താവേ സ്വർഗത്തിലെ ദൈവമാണ് ഞങ്ങളുടെ കൂടെ ഉള്ളതെന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇപ്പം എനിക്കാണേലും ഈ ചിലപ്പം പ്രാർത്ഥിക്കുമ്പം എനിക്കൊരു പ്രാർത്ഥനയുടെ സ്റ്റൈല് ഭയങ്കര ഇഷ്ടമായിരുന്നു. As the servant of the Almighty God, I command this cancer to leave right now. അത് കേൾക്കുമ്പോൾ ഭയങ്കര സുഖ, പ്രാർത്ഥിക്കുമ്പോൾ നല്ല പത്രാസ. കഴിഞ്ഞ ദിവസങ്ങളിലാണ് പിടികിട്ടിയ, എടാ സെർവൻ്റാടാ, എന്നും സെർവൻ്റാ. എന്നാ സെർവൻ്റാന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? അത് പ്രസിഡന്റിന്റെ സെർവൻ്റ് ആണേലും ഏത് വ്യക്തിയുടെ സെർവൻ്റ് ആണേലും സെർവൻ്റാ. നിങ്ങളുടെ വീട്ടിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒരു ആളോട് പറഞ്ഞേ, ഏത് വലിയ വ്യക്തിയുടെ സെർവൻ്റ് ആണേലും സെർവൻ്റ് ആണെന്ന് പറ. ആമേൻ. പക്ഷെ അത് പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര ചില്ലിങ്ങാ, ഭയങ്കര അടിപൊളിയാണ് ആ വാക്കുകളൊക്കെ ഉപയോഗിച്ചങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ. പക്ഷേ സെർവൻ്റാ, മകനാ, രണ്ടും രണ്ടാ. സോ അപ്പൊ ചിലര് ചിന്തിക്കുന്നുണ്ട്, ഇത് തന്നെ പുതിയ ഒരു സാധനമാണോ തോസുട്ടി ബ്രദർ പറയുന്നത്? നോ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ച ഒരു വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ ദൈവം എന്ന് ലോകം വിളിക്കുന്ന ഈ മഹാദൈവത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം പഴയ നിയമത്തിൽ തന്നെ എന്താണെന്നുള്ളത് ഞാനിപ്പം നിങ്ങളെ വായിപ്പിച്ച് കേൾപ്പിക്കാം. യെരമ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. നിങ്ങളുടെ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങളത് അവിടെ അണ്ടർലൈൻ ചെയ്യണം. ഞാനൊരു ചെറിയ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ വലിയ തിയോളജിയൻ അല്ല, എനിക്ക് തിയോളജി ഒന്നും കാര്യമായിട്ട് അറിയത്തില്ല, ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ടില്ല. എനിക്ക് ബൈബിൾ വായിച്ച അറിവിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറയാം. പഴയ നിയമം മുഴുവൻ നോക്കിയാൽ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെ നടത്തുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അബ്രഹാം തൊട്ട് അബ്രഹാമിൻ്റെ മുന്നോട്ടുള്ള സന്തതികളെ നടത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ അബ്രഹാമിൻ്റെ മക്കൾ, അബ്രഹാം, ഇസാക്ക്, യാക്കോബിൻ്റെ 12 മക്കൾ, അവരാണ് ഇസ്രായേൽ ആകുന്നത്.
സോ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവരെ മിസ്രൈമിന്റെ അടിമനുവത്തിൽ നിന്ന് വിടുവിച്ചു. അവിടെ കനാൻ എന്ന ദേശത്തിലേക്ക് വഴി നടത്തുക, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് വഴി നടത്തുക. അപ്പം അത് നമ്മൾ എന്നാ പറയുന്ന ഉൽപ്പത്തി കഴിഞ്ഞ് പുറപ്പാട്, ലേവ്യ, എന്നാ പറയുന്ന ആവർത്തനം, യോശുവ, ഇതെല്ലാം വരുമ്പോൾ അതാ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് അവരെ ഒരു സ്ഥലത്താക്കിയതിന് ശേഷം അവര് ഈ കൽപ്പനകളെല്ലാം അനുസരിച്ച് പാപം ചെയ്യാതെ ജീവിക്കുമ്പോൾ അവരുടെ രാജ്യത്തിൽ അവർ നല്ല സുഖമായിട്ട് ജീവിക്കും. അവർ പാപത്തിന് അടിമയായി പോകുമ്പോൾ അഥവാ ദൈവവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ വേറെ ആരേലും വന്ന് അവരെ അടിമകളാക്കും. ഇത് തന്നെയാണ് ഉടനീളം നമ്മൾ കാണുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പഴയ നിയമത്തിൽ എപ്പോഴും പാപം ചെയ്യാതെ അഥവാ ന്യായപ്രമാണത്തെ ലംഘിക്കാതെ ദൈവപ്രസാദം കിട്ടുവാനായിട്ടുള്ള പ്രവർത്തികൾ മാത്രം പ്രവർത്തിച്ച് ഇസ്രായേൽ ജനം എപ്പോൾ ജീവിക്കുന്നു അപ്പം എപ്പോഴും അവർ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനിലാണ്. അവർക്ക് അവരുടെ ദേശത്ത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അവർക്ക് ജീവിക്കാൻ സാധിക്കും. ആൻഡ് എവ്രിതിങ് വാസ് റിവോൾവിങ് അറൗണ്ട് എ പ്ലേസ്. ഒരു നല്ല സ്ഥലത്ത് അവർ ജീവിക്കുന്നതായിരുന്നു അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ അനുഗ്രഹം. ആൻഡ് അത് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴും പാലും തേനും ഒഴുകുന്ന കനാനായിരുന്നു ദർശനം. ഭൂമിയിലെ ഒരു വലിയ സ്ഥലമായിരുന്നു ദർശനം. സോ അതായിരുന്നു പഴയ നിയമം മുഴുവൻ. പാവം ചെയ്യുമ്പോൾ ആരെങ്കിലും വന്ന് അവരെ അടിമകളാക്കും. പിന്നെയും കുറെ കഴിയുമ്പോൾ അവർ കരയും, പ്രാർത്ഥിക്കും, മാനസാന്തരപ്പെടും. പിന്നെയും ദൈവം അവർക്ക് വിടുതൽ തരും. പിന്നെ നോക്കുമ്പോൾ ആ രാജ്യത്തിൽ അവർ സ്വതന്ത്രമായിട്ട് വസിക്കും. പിന്നെയും പാവം ചെയ്യുമ്പോൾ പിന്നെ അടിമകളാവും. പിന്നെയും പ്രാർത്ഥിക്കും, പിന്നെയും മാനസാന്തരപ്പെടും, പിന്നെയും ദൈവം അവരെ വിടുവിക്കും. ഇതായിരുന്നു ഒരു ഏകദേശം പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാനൊരു തിയോളജിയനല്ല, ബൈബിൾ കോളേജ് പഠിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ പഴയ നിയമം വായിച്ച അറിവിൽ നിന്ന് ഒരു കോർ ഒബ്ജക്റ്റീവ് നോക്കിയാൽ ഇതാ കാണാൻ സാധിക്കും. അപ്പം അവിടെ ന്യായപ്രമാണമുണ്ട്, കൽപ്പനകളുണ്ട്. ഇതെല്ലാം അനുസരിച്ചാൽ മാത്രമേ ദൈവപ്രസാദം വരത്തുള്ളൂ. എല്ലാ കാര്യവും ദൈവം മുന്നിൽ വെച്ചിരിക്കുക. നീ ഇത് ചെയ്താൽ ഞാനിത് ചെയ്യും, നീ ഇത് ചെയ്താൽ ഞാനിത് ചെയ്യും. അതാ. പക്ഷേ ഈ പഴയ നിയമത്തിലുള്ള ഇസ്രായേൽ, തൻ്റെ ജനമായ ഇസ്രായേലിനെ പോലും ഈ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് ഈ യെരമ്യാവ് 3:19 നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ വാക്യം വായിക്കുമ്പോൾ നിങ്ങളൊന്ന് സ്ലോ ആയിട്ട് വായിക്കണേ. ഈ ന്യായപ്രമാണവും ഈ റൂൾസും റെഗുലേഷൻസും ചട്ടങ്ങളും എല്ലാം വെച്ചിരിക്കുക. അപ്പം ദൈവത്തിന് അതിന് അഗൈൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. ഈ വ്യക്തി, ഈ ജനം ഇത് പ്രവർത്തിച്ചാൽ ഞാനിത് പ്രവർത്തിക്കും, ഈ ജനം ഇത് അനുസരിച്ചാൽ ഞാൻ അവരെ അനുഗ്രഹിക്കും, അവരെന്നെ അനുസരിച്ചില്ല ഞാൻ അവരെ ശപിക്കും. ഇതാണ് കണ്ടീഷൻ, ഇതാ കവനന്റ്. പക്ഷെ ആ കവനന്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ മഹാദൈവത്തിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുള്ളത് ഈ മുത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യെരമ്യാ 3:19 വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. ഞാനോ നിന്നെ ദത്തെടുത്തു. ഇത് ദൈവം മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ആ വാക്യം, മേളിലത്തെ 2 വാക്യം കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. ദൈവം മനസ്സിൽ ആഗ്രഹിക്കുക. എന്നാ ആഗ്രഹിക്കുന്നേ? ഇസ്രായേലേ, ഞാനോ നിന്നെ ദത്തെടുത്ത് നിനക്ക് ജാതികളുടെ, അതായത് എന്നെ അറിയാത്ത ഈ ജാതികളിൽ നിന്ന് ഉള്ള അവരുടെ അതിഭംഗി ഉള്ള അവകാശമായ മനോഹര ദേശം വായിച്ചു. നൽകേണ്ടത് എങ്ങനെ എന്ന് ഞാൻ ചിന്തിച്ചു. എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ ന്യായപ്രമാണം നീ പ്രമാണിച്ചിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നതല്ലാതെ വേറൊരു വഴിയുണ്ടോന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത്, ഞാൻ ദൈവവും നീ ജനവുമായിട്ടിരുന്നാൽ നടക്കാത്ത ഒരു കാര്യം വേറൊരു റിലേഷൻഷിപ്പിൽ നടക്കും. അതാണ് നിന്നെ ഞാൻ ദത്തെടുത്ത് വായിച്ചോ. ഇപ്പൊ വായിച്ചെടുത്തിന്ന് വായിച്ചു. നീ എന്നെ എൻ്റെ പിതാവേ എന്ന് വിളിച്ച, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചാലല്ല, എൻ്റെ പിതാവേ എന്ന്. നിങ്ങൾ അവിടെ അതേ കൈവച്ച് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം 15-ാം വാക്യം വായിച്ചു നോക്കിയേ. ഇസ്രായേലിന്റെ കാര്യത്തിൽ അത് നടന്നില്ല, അത് നടന്നത് നിങ്ങളുടെയും എൻ്റെയും കാര്യത്തിലാണ്. ഇസ്രായേലിന് അത് ലഭിച്ചില്ല, അത് ലഭിച്ചത് നിങ്ങൾക്കും എനിക്കുമാണ്.
പഴയ നിയമത്തിലുള്ള ഒരു വിശുദ്ധന്മാർക്കും അത് ലഭിച്ചില്ല. പുതിയ നിയമത്തിലുള്ള നിങ്ങൾക്കും എനിക്കുമാണ് ആ പ്രിവിലേജ് ലഭിച്ചത്. വചനം പറയുക, 14-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക, വായിക്കപ്പെടുന്നു. വായിച്ചേ. ദൈവാത്മാവ് നടത്തപ്പെടുന്നവർ നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാവുന്നു. ദൈവത്തിന്റെ അടിമകളല്ല, ദൈവത്തിന്റെ ദാസന്മാരല്ല, ദൈവത്തിന്റെ മക്കളാ എന്ന് പറഞ്ഞിട്ട് പറയുക. വായിച്ചേ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ എന്ന് വെച്ചാൽ ഞാൻ വല്ലതും ചെയ്താലേ അങ്ങനെ ചെയ്യത്തുള്ളൂ, ഞാൻ ശരിയായില്ലെങ്കിൽ അങ്ങനെ എന്നെ ചീന്തിക്കളയും. നോ, പിന്നെയും നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. അവിടെ പറയാ എന്നെ എന്റെ പിതാവേ എന്ന് വിളിക്കുന്നവെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ പുതിയ നിയമത്തിൽ വരുമ്പോ പറയാ വെറും പിതാവേ അല്ല മോനെ, എന്നെ അപ്പാന്ന് വിളി, എന്നെ അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള ദ സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ. മലയാളം ബൈബിളിൽ അത് കവർ ആയിട്ടില്ല. ദ സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ പഴയ നിയമത്തിൽ തന്റെ ഹൃദയത്തിൽ താൻ ആഗ്രഹിച്ചു. ഒരു ജനത്തെ, ഞാൻ ഇനി തിരഞ്ഞെടുക്കാൻ പോകുന്ന ഒരു ജനത്തെ ഈ റൂൾസും റെഗുലേഷൻസും ഇല്ലാതെ എനിക്ക് അവരെ അനുഗ്രഹിക്കണം, എനിക്ക് അവർക്ക് മനോഹര ദേശം തരണം. അത് ഇസ്രായേലിന് കിട്ടിയില്ല, പക്ഷെ ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ഭാഗ്യവാന്മാർക്ക് അത് കിട്ടിയിട്ടുണ്ട്. ആ ഭാഗ്യം ഒന്ന് തിരിച്ചറിയുമെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് ആർത്ത് വിളിച്ച് അപ്പാന്നൊന്ന് വിളിച്ചേ, എൻ്റെ അപ്പാന്നൊന്ന് വിളിച്ചേ. ഇത് അവന്റെ ഹൃദയത്തിൽ പഴയ നിയമത്തിൽ കടന്നതാ, അവന്റെ ഹൃദയത്തിൽ പഴയ നിയമത്തിൽ തിങ്ങിക്കിടന്ന ഒരാഗ്രഹമാ. ഇനി ഞാനൊരു ജനത്തെ തെരഞ്ഞെടുക്കും, അവരെന്നെ ദൈവമേ എന്നല്ല വിളിക്കുന്നേ, അവരെന്നെ അബ്ബാ പിതാവേ എന്ന് വിളിക്കും. അവരെന്നെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നതുകൊണ്ട് റൂൾസ് ഇല്ല, റെഗുലേഷൻസ് ഇല്ല. ഒരപ്പൻ തന്റെ മകനോട് എങ്ങനെ കരുണ കാണിക്കുവോ അതുപോലെ ഞാൻ അവരോട് കരുണ കാണിക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അപ്പാന്ന് വിളിക്കണോ എന്നുള്ളത് പഴയ നിയമത്തിൽ തന്നെ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന കാര്യമായിരുന്നു. ഇറ്റ് ഇസ് നോട്ട് സംതിങ് ന്യൂ. ഞാൻ ഈ വാക്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചില സഹോദരന്മാരോട് പറഞ്ഞ് ഈ റെവലേഷൻ ഞാൻ ഷെയർ ചെയ്തപ്പോൾ അവരെല്ലാം എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ബ്രദറെ ഈ ഭാഗം എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, ഈ വാക്യം പുതിയതായിട്ട് ഇപ്പൊ കിളുത്ത് വന്നതാണോ എന്ന്. ഞാൻ പറഞ്ഞു ശരിയാ, എൻ്റെ ബൈബിളിൽ കിളുത്ത് വന്നെന്നിരിക്കട്ടെ, നിങ്ങളുടെ ബൈബിളിലും കിളുത്ത് വന്നിട്ടില്ലേ? നിങ്ങൾ വേണേ നോക്കിയാൽ, നിങ്ങളുടെ ബൈബിളിൽ നോക്കിയാൽ നിങ്ങളുടെ ബൈബിളിലും കിളുത്ത് വരുന്നതാണോ? ഇപ്പം കിളുത്ത് വന്നു കാണും. ബൈബിളിൽ ആ വാക്യം ഉണ്ടായിരുന്നു, പക്ഷെ അത് കണ്ണി പെട്ടില്ല. ബൈബിളിൽ പഴയ നിയമം വായിക്കുമ്പോൾ ആ വാക്യം അവിടെ ഉണ്ട്. ഈ മഹാദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്നറിയാവോ? ഈ റൂൾസും റെഗുലേഷൻസും എല്ലാം പൊട്ടിച്ചിട്ട് എൻ്റെ മക്കളെ എനിക്കൊന്ന് അനുഗ്രഹിക്കണം. ചേട്ടാ ഇന്ന് അവൻ ഇച്ചിരി കുസൃതി കാണിച്ചെന്നിരിക്കുന്നേ, അത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തോളാം, പക്ഷെ എനിക്ക് അവനെ അനുഗ്രഹിക്കണം. ഈ റൂൾസ് വെച്ചിട്ടുള്ള അനുഗ്രഹം എനിക്ക് അങ്ങോട്ട് പറ്റത്തില്ല. അപ്പൊ ദൈവം മനസ്സിൽ ചിന്തിക്കുക. അപ്പൊ ചിന്തിക്കുമ്പം പറയുക, ചേട്ടാ അങ്ങനെയാണ് ഞാൻ ഒരു കൂട്ടം ജനത്തെ ഞാൻ ദത്തെടുക്കും. ഞാൻ ദത്തെടുത്ത് അവരോട് പറയും എന്നെ നീ അബ്ബാ പിതാവേ എന്ന് വിളിച്ചോളാൻ പറയും. അങ്ങനെ വിളിക്കുന്നവനെ കുറിച്ച് വചനം പറയുക, ജാതികളുടെ മനോഹര ദേശം ഞാൻ അവർക്ക് തരും. നിന്റെ പ്രവൃത്തി കണ്ടിട്ടല്ല, നീ അവന്റെ മകനായതുകൊണ്ട്, നീ അവന്റെ മകളായതുകൊണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇനിയെങ്കിലും നിങ്ങളൊന്ന് ഉറപ്പിക്കുവോ, ഈ ദൈവത്തിന്റെ ഉള്ളിലുള്ള വലിയ ആഗ്രഹമാ അപ്പാ പിതാവേന്ന് വിളിക്കുന്നത്. ആമേൻ. എത്ര പേർക്കൊരു കൺവിൻസ് ആവുന്നുണ്ട് ഇത് തന്നെയാണ് അപ്പന്റെ ആഗ്രഹം എന്നുള്ളത്? ആമേൻ. ദിസ് ഇസ് ഹിസ് ഡിസയർ. ദിസ് ഇസ് ഹിസ് ഡിസയർ. അത് തൻ്റെ ഉള്ളിലെ ആഗ്രഹമാണ്. എന്നെ അപ്പാന്ന് എൻ്റെ മക്കൾ വിളിച്ച് എന്നെ അവിടെ പറയാ, എന്നെ ചുറ്റിപ്പറ്റി നിന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ മുന്നേ പറയുന്ന കാര്യമുണ്ട്. അപ്പൊ വിശുദ്ധ ജീവിതം, എടാ നീ എത്ര ശ്രമിച്ചാലും നിന്നെ കൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ അപ്പന്റെ മകനായി ഒന്ന് നോയിക്കേ, നിന്നെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് അവൻ നടത്തുന്നത് നിനക്ക് കാണുവാനായിട്ട് സാധിക്കും. നിന്നെ നല്ല അടിപൊളി എ ഗ്രേഡ് വിശുദ്ധിയിൽ നിന്നെ നടത്തും. എ ഗ്രേഡ് വിശുദ്ധിയിൽ നീ ചിന്തിച്ചാലും നനച്ചാലും നിനക്ക് പറ്റാൻ അതാ ഞാൻ പറഞ്ഞേ, ഈ അപ്പനെ തിരിച്ചറിയുന്നവന്റെ സ്വഭാവമാണ് നമ്മളിപ്പം വായിക്കാൻ പോകുന്നത്. ഈ അപ്പനെ യഥാർത്ഥത്തിൽ പിടികിട്ടിയാലുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ വായിക്കുന്ന ഈ സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങും. ദാറ്റ് ഈസ് ദ മിസ്റ്ററി. വിശുദ്ധീകരിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. പക്ഷെ അപ്പനും മകനും ആവുമ്പോ അതല്ല.
എൻ്റെ മകനായതുകൊണ്ട് നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചിരിക്കും, നിന്നെ ഞാൻ നല്ല വഴിയിൽ നടത്തിയിരിക്കും, നിന്നെ നശിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിനക്കൊരു തെറ്റ് പറ്റിയാലും നിന്നെ ഞാൻ അവിടെ പൊതിഞ്ഞ് കവർ ചെയ്ത് നിന്നെ കറക്റ്റായിട്ടുള്ള വഴിയിൽ നടത്തും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മക്കൾക്കുള്ള ഒരു പ്രിവിലേജാ ഏത് സാഹചര്യത്തിലും തെറ്റുവെന്ന് പറയുമ്പോഴും ഒരു ശബ്ദം കേൾക്കും, മകനെ ഇതാ വഴി, ഇതിൽ കൂടെ നടക്കാൻ പറഞ്ഞ അപ്പൻ കൈപിടിച്ച് നടത്തും. നിനക്ക് അറിയത്തില്ലെന്ന് പറയുന്ന സ്ഥലത്തെല്ലാം ആ അപ്പന്റെ കരം നിന്നെ പിടിക്കാൻ തുടങ്ങും, നിന്നെ കറക്റ്റായിട്ടുള്ള വഴിയിൽ നടത്താൻ തുടങ്ങും. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നവർ, ഐ ഫീൽ എൻ അനോയിന്റിങ്, ഓസം അനോയിന്റിങ് ഓൺ മീ. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ചിലര് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റിപ്പോവുക ബ്രദറെ. ഏതാ ശരിയെന്ന് എനിക്ക് അറിയത്തില്ല ബ്രദറെ, ഏതെല്ലാം ഞാൻ ശരിയെന്ന് ചിന്തിച്ചോ അതെല്ലാം തെറ്റിപ്പോവുക. ഇന്ന് രാത്രി നിനക്കൊരു രഹസ്യം പറഞ്ഞു തരാം. ഇവനെ നീ അപ്പാന്ന് വിളിച്ച് ഇവന്റെ കൂടെ നീ നിന്നാൽ മതി, നിന്നെ നടത്തേണ്ടിയ കറക്റ്റായിട്ടുള്ള വഴിയിൽ കൂടെ ഈ അപ്പൻ നിന്നെ നടത്തും, ഈ അപ്പൻ നിന്നെ നടത്തും, ഈ അപ്പൻ നിന്നെ നടത്തും. ദൈവം നിന്നെ നടത്തുമെന്നല്ല ഞാൻ പറഞ്ഞത്, അപ്പൻ നിന്നെ നടത്തുന്നതും ദൈവം നിന്നെ നടത്തുന്നതും തമ്മിൽ രാവും പകലിനും വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിൽ തൻ്റെ ഹൃദയം വെതുമ്പിയിട്ട് പറയുക, ഓ ഇസ്രായേലേ, നീ എല്ലാം പ്രവർത്തിക്കുമ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ പിന്നെയും പ്രവൃത്തിയെല്ലാം തെറ്റിച്ച് കളയുമ്പോഴത്തേക്കിന് ഞാൻ തന്നെയാ നിന്നെ ശപിക്കുന്നത്, ഞാൻ തന്നെയാ നിനക്ക് നിന്റെ അനുഗ്രഹങ്ങൾ മാറ്റിക്കളയുന്നത്. എനിക്കിത് പറ്റുന്നില്ല, എന്നെ കൊണ്ട് ഇത് സാധിക്കുന്നില്ല, എനിക്കൊരു കൂട്ടം ജനം വേണം, അവരെ ഞാൻ റൂൾസ് വെച്ച് അനുഗ്രഹിക്കുകയല്ല. ഒരപ്പൻ മകനെ എങ്ങനെ സ്നേഹിക്കുന്നോ അതുപോലെ എനിക്ക് സ്നേഹിക്കണം. ഒരപ്പൻ മകനെ അനുഗ്രഹിക്കുന്നത് എങ്ങനെയോ അതുപോലെ എനിക്ക് അവരെ അനുഗ്രഹിക്കണം. ഒരപ്പനും മക്കളും തമ്മിലുള്ള കൂട്ടായ്മ എങ്ങനെയായിരിക്കും അതുപോലെ ഒരു കൂട്ടായ്മയായിരിക്കണം. അതുകൊണ്ട് അവൻ മനസ്സിൽ ചിന്തിച്ചത്, ഞാനൊരു കൂട്ടം ജനത്തെ ഞാൻ റെഡിയാക്കും. 2000 വർഷങ്ങൾക്ക് മുൻപേ ആ യാഗത്തിൽ കൂടെ താൻ കണ്ടത് അതാണ്. എനിക്കൊരു കൂട്ടം ജനം ഉണ്ടാകും, എൻ്റെ നാമത്തെ കൈക്കൊണ്ട് എന്നിൽ വിശ്വസിച്ച് വരുന്ന ഒരു കൂട്ടമുണ്ട്. അവർക്ക് ആർക്കും ലഭിക്കാത്ത, ഇസ്രായേലിന് ലഭിക്കാത്ത, പഴയ നിയമ ഭക്തന്മാർക്ക് ലഭിക്കാത്ത ഒരു വലിയ പ്രിവിലേജ് ഞാൻ അവർക്ക് കൊടുക്കും. അവര് എന്നെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള ഭാഗ്യം ഞാൻ അവർക്ക് കൊടുക്കും. ഞാൻ അവൻ്റെ അപ്പനായിരിക്കും, അവൻ എൻ്റെ മകനായിരിക്കും, അവൾ എൻ്റെ മകളായിരിക്കും. ഞാൻ അവരെ നടത്തുന്ന വഴി പ്രത്യേക വഴിയായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ വെളിപ്പാട് കിട്ടുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ, the number one difference in your life should be to call him as Abba Father. അപ്പ എന്ന് വിളിക്കാനായിട്ട്, and it will not come naturally. അതുകൊണ്ടാണ് ഞാൻ ഇളയ പുത്രൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കേൾപ്പിച്ചത്. അവൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ പോയി. മൂത്തപുത്രന്റെ വ്യത്യാസം നോക്കിയാൽ, മൂത്തപുത്രൻ വന്നിട്ട് വിളിയില്ല, വിളി ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്. ഞാൻ ഇത്രയും കാലം നിന്നെ സേവിച്ചു, ഞാൻ ഇതെല്ലാം ചെയ്തു, ഞാൻ അതെല്ലാം ചെയ്തു, നീ ഇതെല്ലാം ചെയ്ത, നീ എന്നാ വരുന്നത്, യു 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 യു. പക്ഷെ ഇളയപുത്രനെ നോക്കിയാൽ സുബോധം വന്നപ്പോൾ the number one thing is on the call. നമ്മുടെ വിളി മാറണം. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ മാറണോ, വിളി മാറ്റും. വിളി ആരാ മാറ്റേണ്ടിയേ? ഞാനാ മാറ്റേണ്ടിയേ. വിളി നാച്ചുറലായിട്ട് വരത്തില്ല, ബിക്കോസ് വി ഹാവ് ബീൻ അഡോപ്റ്റഡ്. അതുകൊണ്ടാണ് ഇളയപുത്രൻ പറഞ്ഞ, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അപ്പാ എന്ന് വിളിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയും. അപ്പുറത്തുള്ള ആളൊന്ന് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞേ, അപ്പാന്ന് വിളിച്ചിട്ട് ബാക്കി കാര്യം പറഞ്ഞാൽ മതി എന്നൊന്ന് പറഞ്ഞേ. അതാണ് ഈ റെവലേഷൻ കിട്ടിയാലുള്ള നമ്പർ വൺ ചേഞ്ച്. ആൻഡ് ടൈം ഇസ് റണ്ണിങ്, സോ ഐ എം ഗോയിങ് ടു ഗോ ഫാസ്റ്റ്. രണ്ടാമത്തെ കാര്യം ഇതാണ്, ഈ സ്നേഹിക്കുന്ന അപ്പൻ ഉണ്ടെന്നുള്ള വെളിപ്പാട് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഈ സ്നേഹിക്കുന്ന അപ്പനെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി പറയാൻ പോകുന്നതെല്ലാം എൻ്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. ഞാൻ വന്ന വഴി മറക്കത്തില്ല. ഞാനൊരു നന്ദിയുള്ള വ്യക്തിയായിരിക്കും. എൻ്റെ അപ്പൻ പഴയത് തൊട്ട് ചെയ്ത നന്മകൾ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ദിസ് ഇസ് ദ നമ്പർ 2 ഇമ്പോർട്ടൻറ്റ് തിങ്, ഒരു ചേഞ്ച് ഈ സ്നേഹിക്കുന്ന അപ്പനെ പിടികിട്ടിയ വ്യക്തിയുടെ ജീവിതത്തിൽ. ഇളയപുത്രനെ നിങ്ങൾ നോക്കിയേ, ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം പറയുക, അവൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രയാസസന്ധി നിൽക്കുക, പക്ഷെ അവൻ ആ പ്രയാസസന്ധി അല്ല ഓർക്കുന്നത്. വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ, എനിക്കിവിടെ ഭക്ഷണം ഇല്ലാന്ന് ഭാരപ്പെടുകയല്ല,
എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്ര കൂലിക്കാര് വായിച്ചോ, ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുക എന്ന് വെച്ചാൽ എനിക്കൊരു നല്ല അപ്പനുണ്ട്, ഐ ഹാവ് എ വെരി ഗുഡ് ഫാദർ. ഇതാണ് അപ്പൻ്റെ, ഈ സ്നേഹിക്കുന്ന അപ്പൻ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് വന്നതിൻ്റെ അടയാളം എന്നാണെന്നറിയാവോ? ഇപ്പോൾ ഉള്ള ഇല്ലായ്മ അവൻ വിളിച്ചു പറയത്തില്ല, എൻ്റെ അപ്പൻ ചെയ്ത നന്മകളായിരിക്കും വിളിച്ചു പറയുന്നത്. എൻ്റെ അപ്പൻ എത്ര നല്ലവനായിരുന്നു, മുന്നേ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ നന്മകൾ എത്രയൊക്കെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ മലയാളം ഭാഷ പറഞ്ഞാൽ വന്ന വഴി മറക്കാത്തവനായിരിക്കും. ഇന്നിത് പറയുമ്പോൾ നമ്മളെല്ലാവരും സ്വന്തമേ എക്സാമിൻ ചെയ്താൽ മതി. ആർക്കും മാർക്കിടണ്ട, സ്വന്തമേ എക്സാമിൻ ചെയ്താൽ മതി. ഇപ്പോഴുള്ള ഇല്ലായ്മ പറയാൻ മാത്രമേ നമ്മുടെ വാ പൊങ്ങുന്നുള്ളെങ്കിൽ സ്നേഹിക്കുന്ന അപ്പനെ നമുക്ക് പിടികിട്ടിയിട്ടില്ല. എന്നാൽ പല ഇല്ലായ്മയ്ക്കിടയിലും ഈ അപ്പൻ ചെയ്ത നന്മകൾ ഓർക്കുകയും അത് വിളിച്ചു പറയാനും വാ പൊങ്ങുന്നുണ്ടെങ്കിൽ നിനക്ക് ഈ അപ്പനെ പിടികിട്ടിയെന്നർത്ഥം, എനിക്ക് ഈ അപ്പനെ പിടികിട്ടിയെന്നർത്ഥം. ഇതാണ് നമ്പർ 2. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകും. നമ്പർ 3, സ്നേഹിക്കുന്ന അപ്പനെ പിടികിട്ടിയ വ്യക്തി, he will be always focused on the relationship and not on the ration. സ്നേഹിക്കുന്ന ഒരപ്പൻ എനിക്കുണ്ടെന്നുള്ളത് എനിക്ക് പിടികിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പ്രാർത്ഥന, എൻ്റെ കൂട്ടായ്മ, ഇതെല്ലാം എൻ്റെ അപ്പനെ എനിക്ക് പിടികിട്ടി, എൻ്റെ അപ്പനോടുള്ള ഒരു ബന്ധം. ഓരോ ദിവസവും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ കൂടെ അല്പസമയം ഇരുന്ന് സംസാരിക്കുക, അപ്പൻ്റെ ഹൃദയവുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക, അപ്പൻ്റെ ഹൃദയത്തിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കുക. എൻ്റെ പ്രാർത്ഥനയുടെ സ്റ്റൈല് മാറും. ഐ വിൽ ബി ഫോക്കസ്ഡ് ഓൺ ദ റിലേഷൻഷിപ്പ്. അതുകൊണ്ട് ഇളയപുത്രന്റെ കാര്യത്തിൽ നമ്മൾ വായിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 15:18-19 താൻ പറയുന്നത് ശ്രദ്ധിച്ചു നോക്കിയേ. 15:18-19 വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട് അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. ശ്രദ്ധിച്ചേ, അവന്റെ ശ്രദ്ധ മുഴുവൻ അപ്പനോടുള്ള ബന്ധമാണ് തൻ്റെ ജീവിതത്തിൽ ഉള്ള ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് അവൻ തിരിച്ചറിഞ്ഞു. ഈ സ്നേഹിക്കുന്ന അപ്പനെ നിങ്ങൾക്കും എനിക്കും പിടികിട്ടിയാലുണ്ടല്ലോ, ഉണ്ടാകുന്ന മൂന്നാമത്തെ കാര്യമാണ്, ഒരു സെക്കൻഡ് പോലും ഈ അപ്പനെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മൾ വെറും ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമുക്ക് ഈ അപ്പനെ പിടികിട്ടിയിട്ടില്ല മക്കളെ. ഇന്നൊരു വിഷയം പറയാൻ വേണ്ടി മാത്രമാ രാവിലെ ടൈം അലോൺ വിത്ത് ഗോഡ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഈ അപ്പനെ പിടികിട്ടിയിട്ടില്ല മക്കളെ. പക്ഷേ എനിക്ക് ഒരു ദിവസം പോലും എൻ്റെ അപ്പൻ്റെ കൂടെ സംസാരിക്കാതെ ഇരിക്കാൻ പറ്റത്തില്ല. The most precious treasure in my life is my relationship. മുടിയനായ പുത്രന്റെ ജീവിതത്തിൽ തനിക്ക് പന്നിയുടെ ആഹാരം പോലും കിട്ടിയില്ല. ഒരു നേരം ആഹാരം കിട്ടുമെന്ന് ചോദിച്ചല്ല വന്നേ. അപ്പാ, എനിക്ക് നിന്നോടുള്ള ബന്ധത്തിനുള്ള യോഗ്യത പോയല്ലോ അപ്പാ, എനിക്ക് നിന്നോടുള്ള ബന്ധത്തിന്റെ യോഗ്യത പോയല്ലോ അപ്പാ, എനിക്ക് ആ യോഗ്യത പോയല്ലോ അപ്പാ. അതാ അവന്റെ കൺസേൺ. ഇന്ന് നിങ്ങളുടെ എൻ്റെ കൺസേൺ എന്നതാ? ഇപ്പോഴത്തെ ജോലി പോയി, മുമ്പേ കിട്ടിയ 4 ജോലിയുടെ ഓർമ്മയില്ല, ഇപ്പൊ ശമ്പളമില്ല, മുന്നേ കിട്ടിയ 100 കണക്കിന് അനുഗ്രഹങ്ങളുടെ യാതൊരു ഓർമ്മയില്ല. നോ, നമുക്ക് ഈ സ്നേഹിക്കുന്ന അപ്പൻ്റെ ഒന്നും പിടികിട്ടിയിട്ടില്ല. പക്ഷേ സ്നേഹിക്കുന്ന അപ്പനെ പിടികിട്ടിയാൽ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആദ്യം നമ്മളുടെ ഉള്ളിൽ വരുന്ന എന്നറിയാമോ? അയ്യോ അപ്പാ എന്ന് വെച്ചാൽ, ഓരോ ദിവസം നമുക്ക് എഴുന്നേൽക്കുമ്പം നമ്മുടെ ഉള്ളിലെ ഏറ്റവും വലിയ സന്തോഷം എന്നാന്നറിയാവോ? ഇന്നും അവൻ എൻ്റെ അപ്പനെ, ഞാൻ അവൻ്റെ മകനാ. ഈ റിലേഷൻഷിപ്പ് മാറുന്നില്ല. ഇളയ മകനെ നോക്കിക്കേ, അയ്യോ എനിക്ക് പന്നിയുടെ ആഹാരം പോലും കിട്ടുന്നില്ല, എനിക്ക് ജീൻസ് ഇല്ല, എനിക്ക് ടീഷർട്ട് ഇല്ല. നോ, അതൊന്നുമല്ല അവന്റെ പ്രശ്നം. പൈസ മൊത്തം പോയി. നോ, അതൊന്നുമല്ല പ്രശ്നം. അപ്പാ, നീ എൻ്റെ അപ്പനായിരുന്നല്ലോ അപ്പാ, ഇനി എനിക്ക് അതിനുള്ള യോഗ്യത പോലും ഇല്ലെന്ന് തോന്നുന്നുള്ളൂ അപ്പാ. ദ റിലേഷൻഷിപ്പ്
ദാറ്റ് ഈസ് ദ നമ്പർ 1 പ്രയോറിറ്റി. ഇന്നെന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ലോകമെല്ലാം ദൈവമെന്ന് പറഞ്ഞ് വിറച്ചു നിൽക്കുന്നവനെ നിനക്ക് അപ്പാന്ന് വിളിക്കാനുള്ള പ്രിവിലേജ് കിട്ടിയിട്ടുണ്ടല്ലോ നിങ്ങൾക്കും എനിക്കും. അത് നമ്മൾ എത്രമാത്രം വാല്യൂ ചെയ്യുന്നുണ്ട്. സ്നേഹിക്കുന്ന അപ്പനെ പിടികിട്ടിയവൻ, നമ്പർ 3, he will value the relationship more than everything else. Number 4, he takes responsibility for the situation. ഒരിക്കലും അവൻ സിറ്റുവേഷനെ ബാക്കി ആരുടെയും പേരിൽ ബ്ലെയിം ചെയ്യത്തില്ല. അവന്റെ അപ്പന്റെ പേരിൽ ബ്ലെയിം ചെയ്യത്തില്ല. ആസ് അഗെയിൻസ്റ്റ് ഹിസ് എൽഡർ ബ്രദർ. നോക്കിയേ ആ വാക്യം, ഇതിനകത്തെല്ലാം there are deep secrets. ഓരോ വാക്യം ഞാൻ പിന്നെയും വായിക്കുമ്പം you will see the secret. നമുക്ക് പിന്നെയും വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം പിന്നെയും വായിക്കപ്പെടുന്നു. അതിൻ്റെ അവസാന ഭാഗത്താണ് ആ ചാലഞ്ച് ചെയ്യുന്നവൻ. വായിച്ച് 15-17. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. എന്ന് വെച്ചാൽ എൻ്റെ അപ്പന്റെ വീട്ടിൽ കൂലിക്കാര് വരെ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു എങ്കിൽ ഞാൻ വിശന്ന് കിടക്കേണ്ടിയ വ്യക്തി അല്ല. അവന്റെ അപ്പന്റെ വലിപ്പം പറയുകയും സാഹചര്യത്തെ ചലഞ്ച് ചെയ്യുന്നവനുമായിരിക്കും സ്നേഹിക്കുന്ന അപ്പനെ പിടികിട്ടുന്നവൻ. ഞാൻ വീണ്ടും പറയാം, അവന്റെ അപ്പന്റെ വലിപ്പം പറയുകയും സാഹചര്യത്തെ ചലഞ്ച് ചെയ്യുന്നവനുമായിരിക്കും സ്നേഹിക്കുന്ന അപ്പനെ പിടികിട്ടുന്നവൻ. അല്ലാതെ കരയത്തില്ല, അയ്യോ എൻ്റെ കാര്യം മാത്രം ഇങ്ങനെ ആയിപ്പോയേ, ഞാൻ മാത്രം പന്നിയുടെ ആഹാരം പോലും കിട്ടാതെ കിടക്കുകയാണ്. നോ, അവൻ പറയാ എൻ്റെ അപ്പൻ, എനിക്കൊരു സ്നേഹിക്കുന്ന അപ്പൻ, ആ അപ്പന്റെ വീട്ടിലെ വേലക്കാര് പോലും ആഹാരം കഴിച്ച് ശേഷിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ വിശപ്പിൽ കിടന്ന് ഒടുങ്ങേണ്ട ആവശ്യമില്ല. എനിക്കൊരു നല്ല അപ്പൻ ഉള്ളത് കൊണ്ട് എൻ്റെ സാഹചര്യം മാറിയേ പറ്റത്തുള്ളൂ. പക്ഷെ മൂത്തപുത്രനെ നോക്കിക്കേ, ഞാൻ ഇത്രയും ദിവസം നിന്നെ സേവിച്ചിട്ടും നീ എനിക്കൊരു ആട്ടിൻകുട്ടിയെ പോലും തന്നില്ല. അപ്പനെ ബ്ലെയിം ചെയ്യുക, ഞങ്ങൾ മാത്രം ഇത്രയും ദിവസം വന്നിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. നോ, വി ഹാവ് നോട്ട് അണ്ടർസ്റ്റുഡ് ഹിം. നമുക്ക് വേണമെങ്കിൽ സ്നേഹിക്കുന്ന അപ്പന്റെ മെസ്സേജ് ഇനിയും കേൾക്കാം. പക്ഷെ ഇന്ന് കേൾക്കുന്ന മെസ്സേജ് ഒരു വഴിത്തിരിവാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വഴിത്തിരിവാകട്ടെ. ബിക്കോസ് സ്നേഹിക്കുന്ന അപ്പനെ പിടികിട്ടിയാൽ നമ്മുടെ വായിന്ന് അപ്പനെ കുറിച്ച് ഒരൊറ്റ വാക്ക് പരാതി വരത്തില്ലെന്ന് മാത്രമല്ല, സാഹചര്യത്തെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. നാട്ടുകാർക്ക് റെസഷൻ, എനിക്ക് റെസഷൻ ഇല്ല. നാട്ടുകാർക്കെല്ലാം താഴോട്ട് പോവുക, എൻ്റെ കാര്യം താഴോട്ട് പോകത്തില്ല. നാട്ടുകാരുടെ ശമ്പളം കുറയുക, എൻ്റെ ശമ്പളം കൂടി വരും. നാട്ടുകാർക്ക് വീട് മേടിക്കാൻ യാതൊരു സാഹചര്യവും ഇല്ല ഈ സാഹചര്യത്തിൽ, പക്ഷെ എനിക്ക് വീട് മേടിക്കാനുള്ള വഴികൾ തുറക്കും. നാട്ടുകാർക്ക് ഒരു വലിയ കമ്പനിയിലും ഇപ്പൊ ഇന്റർവ്യൂ കിട്ടുന്നില്ല, പക്ഷെ എനിക്ക് ഇന്റർവ്യൂവിനുള്ള വാതിൽ തുറക്കും. എനിക്കുള്ള വഴികൾ തുറക്കും. എന്താ കാര്യം? എനിക്കൊരു നല്ല അപ്പൻ ഉണ്ട്. ആ അപ്പൻ വേലക്കാരെ പോലും അങ്ങനെ പോഷിപ്പിക്കുമെങ്കിൽ എന്നെ എത്ര അധികം പോഷിപ്പിക്കും. നോക്കിയേ, ആ മൂത്തപുത്രന്റെ ആറ്റിറ്റ്യൂഡ് നോക്കിക്കോണേ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ന്റെ 29-ഉം 30-ഉം വാക്യങ്ങൾ വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. അവൻ അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഇത്രയും കാലം ഞാൻ മീറ്റിങ്ങിന് വരുന്നുണ്ട്, ഇത്രയും കാലം ഞാൻ സ്വോത്രകാഴ്ച കൊടുത്തിട്ടുണ്ട്, ഇത്രയും കാലം ഞാൻ ആൾക്കാരെ കൈവച്ച് പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട്, ഇത്രയും കാലം ഞാൻ ടൈം അലോൺ വിത്ത് ഗോഡ് ചെയ്തിട്ടുണ്ട്, ഇത്രയും പ്രാവശ്യം ഞാൻ ഈ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇന്നെ പ്രയർ ടവറിൽ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും വായിച്ചേ, എന്നാൽ എന്റെ ചങ്ങാതികളുമായി നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ, ഒരു സ്മോൾ ആട്ടിൻകുട്ടിയെ പോലും നീ തന്നിട്ടില്ല. Now look at how അടുത്ത വാക്യം വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക, വായിച്ചേ. വേശ്യമാരോടുകൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കോ തടിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി അറുത്തുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. Look at the difference in the attitude.
മനോഭാവത്തിലുള്ള വ്യത്യാസം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഇതൊന്നകത്ത് കയറട്ടെ പ്രിയപ്പെട്ടവരെ. സ്നേഹിക്കുന്ന അപ്പനെ നമുക്ക് പിടികിട്ടിയാലുണ്ടല്ലോ, നമ്മുടെ വായിന്ന് ഒരൊറ്റ വാക്ക് അപ്പനെ കുറിച്ച് മോശം പറയത്തില്ല. മാത്രമല്ല, ഇപ്പോൾ ഉള്ള സാഹചര്യത്തെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. എനിക്കൊരു സ്നേഹിക്കുന്ന അപ്പൻ, എനിക്കൊരു വലിയ അപ്പനുണ്ട്, അതുകൊണ്ട് ഞാൻ വിശപ്പ് പാടേണ്ട ആവശ്യമില്ല, ഞാൻ ഈ റോഡിൽ കിടന്ന് തെണ്ടേണ്ട ആവശ്യമില്ല, എൻ്റെ കാര്യം അങ്ങനെ നടക്കാൻ സമ്മതിക്കത്തില്ല. വൈ? ബിക്കോസ് ഐ ഹാവ് എ ലവിങ് ഫാദർ. സമയമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവാം. 6-ാമത്തെ കാര്യം അല്ല, 5-ാമത്തെ കാര്യം. 4 പറഞ്ഞുള്ളൂ. 5-ാമത്തെ കാര്യം, സ്നേഹിക്കുന്ന അപ്പനെ പിടികിട്ടിയവൻ അപ്പന്റെ അടുത്ത് നേരിട്ട് കാര്യങ്ങൾ പറയും. എഴുതി വെച്ചോ. അപ്പനെ നന്നായിട്ട് സ്നേഹിക്കുന്ന അപ്പനാണെന്ന് പിടികിട്ടിയാലുണ്ടല്ലോ, ഏജന്റുമാരുടെ ആവശ്യമില്ല. അപ്പുറത്തുള്ള 1-2 പേരോട് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞേ, സ്നേഹിക്കുന്ന അപ്പനെ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ ഏജന്റുമാരുടെ ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ ചിലപ്പം ചോദിക്കുമായിരിക്കും, ബ്രദറെ അപ്പൊ ബ്രദറിന്റെ ആപ്പീസ് പൂട്ടത്തില്ല. എൻ്റെ ആപ്പീസ് പൂട്ടത്തില്ല, ഒരു ദൈവദാസന്റെ ആപ്പീസ് പൂട്ടത്തില്ല. ഈ വെളിപ്പാട് നിന്റെ ഉള്ളിൽ ഒന്ന് കേറി കിട്ടിയാൽ എൻ്റെ ആപ്പീസ് ജയിച്ചു. സ്നേഹിക്കുന്ന അപ്പനെ നിങ്ങൾക്കും എനിക്കും തിരിച്ചറിഞ്ഞാൽ നേരിട്ട് പോയി പറയും, അപ്പ എല്ലാ റിലേഷൻഷിപ്പും ഡയറക്റ്റാ, അപ്പ എനിക്ക് ഇന്ന കാര്യം വേണം, അപ്പ എനിക്ക് ഇന്നത് വേണം, അപ്പ നേരിട്ട് സംസാരിക്കും. അതേ സ്ഥാനത്ത് മൂത്ത പുത്രനെ നോക്കിക്കേ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 15:26 വായിച്ചു നോക്കിക്കേ. പുള്ളിക്ക് വന്ന ഉടനെ അപ്പനോടല്ല ചോദിക്കുന്നത്. വൈ? ബിക്കോസ് അവന് സ്നേഹിക്കുന്ന അപ്പനാണെന്നുള്ളത് തിരിച്ചറിവ് വന്നിട്ടില്ല. പുള്ളി ചോദിക്കുക, ആരോടാ ചോദിക്കുന്നത്? 15:26 വായിച്ച്. ബാല്യക്കാരിൽ ഒരുത്തനെ, ദാസന്മാരിൽ ഒരുത്തനെ വിളിച്ചിട്ട് എന്നപ്പാ, വാട്ട് ഈസ് ദ മാറ്റർ ഹിയർ? എന്നാ പരിപാടിയാ ഇവിടെ? ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. എന്നാ സ്നേഹിക്കുന്ന അപ്പനാണെന്നുള്ള ബോധമൊന്നുമില്ല. അതേ സ്ഥാനത്ത് നോക്കിയ പന്നിക്കുഴി കിടന്നിട്ട് വന്നതാ, സുബോധം വെച്ചവന്. അവന് സുബോധം വെച്ചവന് അവന് ഏജന്റുമാരുടെ ആവശ്യമില്ല. എപ്പം നീ ഏജന്റുമാരെ ഡിപ്പെൻഡ് ചെയ്യാതെ നേരിട്ട് അബ്ബാ പിതാവേ എന്ന് വിളിച്ച് കാര്യം പറയുന്നോ, നീ രക്ഷപ്പെട്ടു മോനെ, നീ രക്ഷപ്പെട്ടു. എന്ന് വെച്ച് ഞാൻ പറയുന്ന ദൈവദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കരുതെന്നോ. സി, അനോയിന്റിങ് ഹാസ് ഇറ്റ്സ് ലെവൽസ്. ഒരു അഭിഷേകത്തിന് കീഴിലാണ് എപ്പോഴും ദൈവമക്കളെ ദൈവമാക്കി വെക്കുന്നത്. അഭിഷേകത്തെ മാനിക്കണം, അഭിഷേകത്തെ അനുസരിക്കണം. ഇത് പറഞ്ഞുകൊണ്ട് അതേ കയറി പിടിക്കരുത്. അതെല്ലാം അതിൻ്റെതായ സ്ഥാനങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏജന്റുമാര്, കൂലിപ്രാർത്ഥനക്കാരെ തപ്പരുത്. ആദ്യമായിട്ട് ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കിത് പ്രശ്നമില്ല. ആദ്യമായിട്ടാണ് ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നത്, രക്ഷിക്കപ്പെട്ടിട്ടില്ല, എൻ്റെ ശബ്ദം ആദ്യമായിട്ട് കേൾക്കുക, യേശുവിനെ കുറിച്ച് ഇപ്പോഴാണ് കേൾക്കുന്നത്, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തന്നെയാണ് ഞങ്ങളെല്ലാം ഇവിടെ ആയിരിക്കുന്നത്. പക്ഷേ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഈ അപ്പനെ ഞാൻ തിരിച്ചറിഞ്ഞു, ഈ അപ്പൻ്റെ വെളിപ്പാട് എനിക്ക് കിട്ടാൻ തുടങ്ങി. ദ നമ്പർ 1 തിങ് ഇസ്, നിനക്ക് അപ്പ എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ കാര്യം നീ പറയണം. മാതാപിതാക്കന്മാരോട് ഞാനൊരു കാര്യം ചോദിക്കാം, നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ ഇത് മനസ്സിലാവും. നിങ്ങൾക്ക് 2-3 മക്കളുണ്ടെന്നിരിക്കട്ടെ. ചില മക്കള് മാത്രം പിതാക്കന്മാരോട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ചില മക്കള് നിങ്ങളുടെ അമ്മയുടെ അടുത്ത് പോയിട്ട്, അതായത് നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത്, അവരുടെ അമ്മയുടെ അടുത്ത് പോയിട്ട് ഒരു കാര്യം ചോദിച്ച് ഡാഡിയോട് ചോദിക്കാവോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുക്ക വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണോ തോന്നുന്നത് അതോ ദുഃഖമാണോ തോന്നുന്നത്? പിതാക്കന്മാരൊക്കെ ഒന്ന് പറഞ്ഞ്, സന്തോഷം തോന്നുന്നുണ്ടോ ദുഃഖം തോന്നുന്നു? നിങ്ങളുടെ ഉള്ളിൽ എന്നാ തോന്നുന്നു? ആ കൊച്ച് നേരിട്ട് നിങ്ങളോട് അപ്പാന്ന് ആ കാര്യം ചോദിക്കണോ എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങൾക്ക് വരത്തില്ലേ? വരുവോ ഇല്ലയോ? വരുവോ ഇല്ലയോ? വരും. കൈ ഉയർത്തി കാണിക്കുന്നവരെ ഓർത്ത് ഞാൻ അപ്പനെ സ്തുതിക്കുക. വരും, വരാതിരിക്കത്തില്ല. എപ്പോ ഒരു കൊച്ച് അത് പുറകിൽ കൂടെ ബാക്ക് ഡോറിൽ അമ്മയുടെ അടുത്ത് പോയി പയ്യെ പറഞ്ഞ്, അമ്മ റെക്കമെൻഡ് ചെയ്ത് അപ്പൻ്റെ അടുക്ക പറഞ്ഞ് വരുമ്പം ആ അപ്പനൊരു സങ്കടം തോന്നും. ചേട്ടാ, എന്റെ കൊച്ചല്ലേ, നിനക്ക് എന്നോട് നേരിട്ട് ചോദിച്ചാൽ എന്നാ? ഒരു സങ്കടം വരും. അപ്പൊ നമുക്ക് മാത്രം സങ്കടം വരും, അദ്ദേഹത്തിന് സങ്കടം ഒന്നും വരത്തില്ല, അല്ലേ? നമ്മൾ ഒരു ഏജന്റ് അല്ല, 100 ഏജന്റുമാരെയാ പിടിക്കുന്നത് ഒരു കാര്യം സാധിച്ചു കിട്ടാനായിട്ട്. നോ,
പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുമോ? മറുപടി കിട്ടും. അതല്ല, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഇപ്പം. പക്ഷേ സ്നേഹിക്കുന്ന അപ്പനെ ഒരുത്തിന് പിടികിട്ടിയാൽ അവന്റെ ചാനൽ ആദ്യം ക്ലിയർ ആകും. അവന് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവൻ ആദ്യം ഏജന്റ് എടുക്ക പോകത്തില്ല. അവൻ ആദ്യം കൈ ഉയർത്തി പറയും, അപ്പാ എനിക്കൊരു കാര്യമുണ്ട് നിന്നോട് പറയാനായിട്ട്, എനിക്കൊരു ആവശ്യമുണ്ട് നിന്നോട് പറയാനായിട്ട്, എനിക്കൊരു സങ്കടമുണ്ട് നിന്നെ ബോധിപ്പിക്കാനായിട്ട്, എനിക്കൊരു പ്രയാസമുണ്ട് നിന്നെ ബോധിപ്പിക്കാനായിട്ട്. അതാണ് 5ാമത്തെ ഇൻഡിക്കേഷൻ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 6ാമത്തെ കാര്യം, സമയമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുക. 6ാമത്തെ കാര്യം, സ്നേഹിക്കുന്ന അപ്പനെ പിടികിട്ടി കഴിഞ്ഞാൽ പിന്നെ സ്വന്തമേ അവന് പ്ലാൻ ഒന്നും കാണത്തില്ല. ഇളയപുത്രനെ നോക്കിയേ, അവനൊരു പ്ലാനും ഇല്ല. വന്നു, അപ്പൻ്റെ അടുത്ത് സറണ്ടറായി, എന്നാ കിട്ടിയാലും സ്തോത്രം. പക്ഷെ നോക്കിക്കേ, അവൻ ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി അവനെ അനുഗ്രഹിച്ചു. ഞാനിത് പറയുന്നത്, സ്നേഹിക്കുന്ന അപ്പനെ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ശൈലി മാറും. എനിക്കിത് താ, എനിക്ക് അത് താ, എനിക്ക് ഇങ്ങനെ ചെയ്, എനിക്ക് അങ്ങനെ ചെയ്, എനിക്ക് ഇത് ചെയ്യുവോ അത് ചെയ്യുവോ, ആ ശൈലി മാറും. ആ ശൈലി മാറുന്നതാണ് ഈ സ്നേഹിക്കുന്ന അപ്പനെ നമുക്ക് പിടികിട്ടിയെന്നുള്ളതിൻ്റെ അടയാളം. ബിക്കോസ് ഒരു കാര്യം പിടികിട്ടും. ഇന്ന് നമ്മൾ കേട്ട സാക്ഷ്യങ്ങൾ പോലെ അവരുടെ ജീവിതത്തിൽ നടന്ന സാക്ഷ്യങ്ങൾ ഒരു കാര്യത്തെ വിളിച്ചറിയിക്കുക, നിന്റെ പേരിട്ട ഒരു പദ്ധതി അപ്പൻ്റെ കയ്യിലുണ്ട്. ഞാൻ വീണ്ടും പറയാം, നിങ്ങളുടെ എൻ്റെ പ്ലാൻ ഗെനസറേത്ത് തടാകത്തിൻ്റെ അപ്പുറം, ഗലീല കടൽക്കരയ്ക്കപ്പുറം, കടലിനപ്പുറം, വീടിനപ്പുറം പോകത്തില്ല പ്രിയപ്പെട്ടവരെ. പക്ഷെ സ്നേഹിക്കുന്ന അപ്പൻ്റെ പ്ലാന് നിന്നെ യഹൂദയിലും ശമരിയയിലും, യെരുശലേമിലും, യഹൂദയിലും ശമരിയയിലും ലോകത്തിൻ്റെ അറ്റത്തോളം നിന്നെ ഒരു നാമമാക്കി തീർക്കും. അവൻ നിന്നെ, നിന്റെ തലമുറകളെയും അവൻ ഉയർത്തും. അവൻ്റെ പ്ലാൻ അങ്ങനെയുള്ള പ്ലാനാണ്. അത് എപ്പോൾ പിടികിട്ടുമെന്ന് ചോദിച്ചാൽ, ഈ സ്നേഹിക്കുന്ന അപ്പനെ പിടികിട്ടുന്നവർക്ക് പിടികിട്ടും. സോ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം. പ്രാർത്ഥിക്കാനുള്ള ബോൾഡ്നെസ് വരുന്നത് തന്നെ ഇറ്റ് ഈസ് എൻ ഇൻഡിക്കേഷൻ ദാറ്റ് ഐ ഹാവ് സ്റ്റാർട്ടഡ് അണ്ടർസ്റ്റാൻഡിങ് മൈ ലവിങ് ഫാദർ. 6ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു. നൗ 7ാമത്തെ കാര്യം, ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ വൺ. സ്നേഹിക്കുന്ന അപ്പനെ നിങ്ങൾക്കും എനിക്കും പിടികിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആരുമായിട്ട് കമ്പയർ ചെയ്യത്തില്ല. നമ്മളെ കുറച്ചുകൂടെ നല്ല ഇംഗ്ലീഷ് മലയാളം ചേർന്ന ഭാഷയിൽ പറയണേൽ, അസൂസ എന്ന റിവൈവൽ നമ്മുടെ 7 അയലോക്കത്തൂടെ പോകത്തില്ല. അസൂസ സ്പിരിറ്റ് നമ്മുടെ 7 അയലോക്കത്തൂടെ പോകത്തില്ല. അയക്കിത് കിട്ടിയല്ലോ, ഇയാൾക്കിത് കിട്ടിയല്ലോ, എനിക്കെന്തുകൊണ്ട് കിട്ടിയില്ല. ഈ സാധനം ഉള്ളവൻ ആരാണെന്ന് ചോദിച്ചാൽ സ്നേഹിക്കുന്ന അപ്പനെ പിടികിട്ടാത്തവനാണ്. നിങ്ങൾ നോക്കിയാൽ, ഇളയപുത്രന് എന്നേലും കംപ്ലൈൻ്റ് ഉണ്ടോ? ആരെക്കുറിച്ചെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്യാൻ ഒന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷെ പുള്ളിക്ക് കംപ്ലൈൻ്റ് ഇല്ല, ഈ ഈസ് ഹാപ്പി. പക്ഷേ സ്നേഹിക്കുന്ന അപ്പനെ പിടികിട്ടാത്ത മൂത്ത പുത്രനെ നോക്കിയാൽ, നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുന്നു, ശ്രദ്ധിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 15:29 ഒരിക്കൽ കൂടെ വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. അവൻ അവനോട് ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എന്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഇപ്പം നോക്കിക്കേ, ഇപ്പോഴാണ് അസൂസ സ്പിരിറ്റ് പറക്കുന്നത്. വായിച്ച്. എന്നാൽ വേശ്യമാരുടെ കൂടെ നിന്റെ മുതൽ തിന്നുകളഞ്ഞ് ഈ നിന്റെ മകൻ വന്നപ്പോൾ, എന്ന് വെച്ചാൽ ഇവന്റെ അനിയനല്ല, ഈ നിന്റെ മകൻ വന്നപ്പോൾ തടിച്ച കാളക്കുട്ടിയെ അറുത്തുവല്ലോ. എനിക്ക് കാതിക്കൂടെ മൂക്കിക്കൂടെ എല്ലാം പുക വരുന്നത് നിനക്ക് കാണാൻ മേലെന്നായി ചോദിക്കുന്നത്. സ്നേഹിക്കുന്ന അപ്പനെ തിരിച്ചറിഞ്ഞാല് പുക പറക്കത്തില്ല. നിങ്ങളും ഞാനും യഥാർത്ഥ സ്വതന്ത്രരാകും പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ സ്വതന്ത്രരാകും. You will not compare yourself with anybody.
ബിക്കോസ് തോസുട്ടി ബ്രദറിനെ പോലെ വേറൊരാളെ എൻ്റെ അപ്പൻ അനുഗ്രഹിക്കത്തില്ല. നിങ്ങളുടെ പേരിട്ട് നിങ്ങൾക്കും പറയാൻ വേണമെങ്കിൽ, തോസുട്ടി ബ്രദറിനെ അനുഗ്രഹിക്കുന്ന പോലെ വേറെ ആരെ എൻ്റെ അപ്പൻ അനുഗ്രഹിക്കത്തില്ല. അതെൻ്റെ അപ്പൻ്റെ വാശിയാ. എൻ്റെ പേരിട്ട ഒരു പ്ലാനാ എൻ്റെ അപ്പൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ചേട്ടാ, തോസുട്ടി ബ്രദറിനെ അനുഗ്രഹിക്കുന്ന പോലെ വേറെ ഒരു വ്യക്തിയെയും അനുഗ്രഹിക്കാൻ എൻ്റെ അപ്പൻ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തുകൊണ്ട് വേറൊരാളുടെ ജീവിതത്തിൽ നടക്കുന്നത് കണ്ട് അസൂയപ്പെടണം? എനിക്ക് അസൂയപ്പെടേണ്ട ആവശ്യമില്ല. ബിക്കോസ് എനിക്ക് സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ടെന്നും എൻ്റെ പേരിട്ട ഒരു പദ്ധതി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നും അത് അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ എന്നുമുള്ള 100% അഷ്വറൻസ് എനിക്കുണ്ടെങ്കിൽ ഞാൻ പിന്നെ വേറെ ഒരു വ്യക്തിയോടും എന്നെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് അതിൻ്റെ മഹത്വം. എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അത് നമുക്ക് പിടികിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരാളെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അവരെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത് പുതിയ നിയമത്തിൽ, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. എന്ന് വെച്ചാൽ വേറൊരാൾക്ക് ഒരു നന്മ കിട്ടുമ്പോൾ നമ്മൾ അറിയാതെ അവരെ അനുഗ്രഹിക്കും. ആര്? സ്നേഹിക്കുന്ന ഒരപ്പൻ എനിക്കുണ്ടെന്നുള്ള വെളിപ്പാട് കിട്ടിയ ദൈവ പൈതൽ എപ്പോഴും ബാക്കിയുള്ള മക്കളെ അനുഗ്രഹിക്കും. അല്ലെങ്കിൽ ആ വെളിപ്പാട് കിട്ടാത്തവൻ എന്നാ പറയാന്ന് വെച്ചാൽ, ഈ നിന്റെ മകൻ, ഈ നിന്റെ ആ പുള്ളി, ദണ്ട ആ വന്ന ഈ പുള്ളി, ഈ വന്ന ആ പുള്ളി, ദണ്ട ആ ബ്രദർ, ഈ സിസ്റ്റർ, അവർക്ക് മാത്രം നീ ഇത് ചെയ്തല്ലോ, അവരുടെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ ചെയ്തല്ലോ. അതെന്താന്ന് വെച്ചാൽ സ്നേഹിക്കുന്ന അപ്പനെ പിടികിട്ടിയിട്ടില്ല. സ്നേഹിക്കുന്ന അപ്പനെ പിടികിട്ടിയാൽ അവന് ഒരു പരാതിയില്ല, ഒരു കംപ്ലൈന്റും ഇല്ല. ഹല്ലേലൂയ. സോ ഇന്ന് രാത്രി എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്? സോ ഈ 7 കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എനിക്ക് ഈ സ്നേഹിക്കുന്ന അപ്പനെ പിടികിട്ടിയോ എന്നുള്ളതാണ്. അപ്പം ആർക്കും മാർക്കിടണ്ട, അവരവർക്ക് മാർക്കിടാം. നമുക്ക് മാർക്കിടാം. ഞാൻ വീണ്ടും പറയാം, 3 കാര്യം എങ്കിലും 100% നിങ്ങൾക്ക് ഉറപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഈ സ്നേഹിക്കുന്ന അപ്പനെ കുറിച്ചുള്ള കാര്യം എവിടെയോ തട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. 5 കാര്യം നിങ്ങൾക്ക് 100% ഉറപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഉള്ളിലോട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. 7 കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സ്നേഹിക്കുന്ന അപ്പനെ കുറിച്ചുള്ള ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ വേരെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, അതിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ഇന്ന് ഞാനിത് പറയുന്നത് ഇന്ന് നമ്മൾ ഈ കേൾക്കുന്ന സാക്ഷ്യങ്ങളെല്ലാം, ഈ സൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ടത്, ഈ കരിയറിൽ ബ്രേക്ക് ത്രൂ വന്ന സാക്ഷ്യം കേട്ടത്, പുതിയ ജോലികൾ ലഭിച്ചത്, വിസ ലഭിച്ചത്, വെളിനാടുകളിൽ പോയത്, അതുപോലെ തന്നെ ഇൻക്രിമെന്റ് ലഭിച്ചത്, ഭവനം മേടിക്കാനുള്ള വഴികൾ തുറന്നത്, ഇതെല്ലാം സപ്ലിമെന്ററിയാ. പക്ഷെ ഇതിൻ്റെ കോർ ഈ സ്നേഹിക്കുന്ന അപ്പനെ എനിക്ക് പിടികിട്ടുക എന്നുള്ളത്. ഈ കാര്യങ്ങളെല്ലാം ലഭിച്ചാലും നാളെ വേറൊരു ആവശ്യം വരുമ്പം പിന്നെ അത് ആവശ്യം വലുതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ എനിക്കൊരു സ്നേഹിക്കുന്ന അപ്പൻ ഉണ്ടെന്നുള്ളത് പിടികിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മനസ്സുകൊണ്ട് ഫ്രീ ആവും. പ്രിയപ്പെട്ടവരെ, മനസ്സുകൊണ്ട് ഫ്രീ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിലുള്ള ഒരു കാര്യത്തിനും എന്നെ ബന്ധിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ സത്യം അറിയുകയും, അഥവാ യേശു എന്ന സത്യം നിങ്ങൾ അറിയുകയും, അഥവാ യേശു എന്ന സത്യം നിങ്ങൾക്കാരാണെന്നുള്ളത് നിങ്ങൾ അറിയുകയും, ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും.